1987 ശേഷം ഏറ്റവും മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് വ്യാഴാഴ്ച കണ്ടത്. ഒടുവിൽ വന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് 2.71 കോടി വോട്ടർമാരിൽ 78.27% ആൾക്കാരാണ് 30,000-ലേറെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. വീട്ടിലെത്തി പോൾ ചെയ്ത വോട്ടുകളും തപാൽ വോട്ടുകളും ചേർത്താൽ ഇത് 80% കടക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തൊട്ടാകെയുള്ള 140 മണ്ഡലങ്ങളിൽ 44 മണ്ഡലങ്ങളിലാണ് 80 അതിലേറെ ശതമാനമോ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ 84% കടന്നുവെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് 84.43%, പാലക്കാട് ചിറ്റൂരിൽ 84.63% വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ മത്സരത്തിലുള്ള 3 മുന്നണികളും ഇതിനോടകം വിജയം തങ്ങൾക്കാകുമെന്നുള്ള അവകാശവാദവുമായി പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇവരിൽ ഏവരും ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ വച്ച് കൂട്ടലിലും കിഴിക്കലിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ മുന്നിൽ എത്തുവാൻ സാധ്യതകൾ ഏറെയാണ്. തീവ്ര വോട്ടർ പരിഷ്കരണത്തിനു ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ 2021 തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള അത്രയും വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയൂ. നമുക്കതിനായി കാത്തിരിക്കാം. ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ കേരളത്തിൽ പ്രചാരണത്തിനിടയിൽ നമ്മൾ ആരും വീക്ഷിക്കാത്ത ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകീകരണവും മത്സ്യത്തൊഴിലാളികൾ വസിക്കുന്ന പ്രദേശങ്ങളിലെ ഉയർന്ന പോളിംഗും ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രഥമ നിഗമനം. ഇത് ഡിസംബറിൽ എന്ന പോലെ UDF-ന് അനുകൂലമായിരിക്കുമെന്നാണ് അവർ കരുതുന്നതും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ കടമെടുത്താൽ ഫലങ്ങൾ ഒരു വിസ്മയമായി തന്നെ മാറുവാനുള്ള സാധ്യതകളും ഏറെയാണ്. നമുക്ക് ചിറ്റൂരിലെയും കുന്നമംഗലത്തിന്റെയും കണക്കുകൾ വെച്ച് തന്നെ തുടങ്ങാം. ഇവ രണ്ടും പലപ്പോഴായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ രണ്ടിടങ്ങളിലും രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ഇവിടുത്തെ വോട്ടർമാർ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. ഗ്രൗണ്ട് സീറോ വിവിധ ജില്ലകളിലെ രാഷ്ട്രീയ പ്രവർത്തകരുമായി ഇന്ന് നടത്തിയ സംവാദത്തിലും ഇത് തികച്ചും പ്രകടമാണ്. ഇതുപ്രകാരം കാസർഗോഡ് ജില്ലയിലെ 5 സീറ്റുകളിൽ UDF കാഞ്ഞങ്ങാട് ഒഴികെയുള്ള മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ വിജയം കാണുമെന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം. CPM-ന്റെ എക്കാലത്തെയും ഈറ്റില്ലമായ കണ്ണൂരിലാകട്ടെ പോളിംഗിൽ നടന്ന 1% ഇടിവ് ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇത് UDF അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് അവിടെ ഉണ്ടാക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത്. നിലവിലുള്ള ഇരിക്കൂറിനും പേരാവൂരിനും പുറമെ അഴീക്കോട്, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിൽ UDF-ന് ഒരു വിജയം വഴിയൊരുക്കുന്നുവെന്നാണ് നാം വിശ്വസിക്കേണ്ടത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM-ൽ ഉള്ളതെടുത്ത പ്രശ്നങ്ങൾ ഏത് ദിശയിലേക്കാണ് ഫലങ്ങൾ നീങ്ങുക എന്നുള്ളത് ഇപ്പോൾ പ്രവചനാതീതവുമാണ്. വയനാട്ടിലെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നീ 3 മണ്ഡലങ്ങളിലും UDF-ന് വിജയസാധ്യത കൽപ്പിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫലങ്ങൾ കോഴിക്കോട് നിന്നാകുമെന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. 2 ദശാബ്ദങ്ങളായി കോൺഗ്രസിന് ഈ ജില്ലയിൽ ഒരു മണ്ഡലം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന പേരുദോഷം ഇക്കുറി മാറുമെന്നുള്ളത് നാദാപുരം, കോഴിക്കോട് നോർത്ത്, ഏലത്തൂർ, കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഉറപ്പാണ്. ഏലത്തൂരിൽ നിന്നും വിദ്യാ ബാലകൃഷ്ണന് പുറമെ ഈ ജില്ല മറ്റു 3 വനിതകളെ കൂടി നിയമസഭയിലേക്ക് എത്തിക്കുവാൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. വടകരയിൽ നിന്നും RMP നേതാവായ KK രമ രണ്ടാമതൊരിക്കൽ കൂടി വിജയം കാണുമ്പോൾ പേരാമ്പ്രയിൽ നിന്നും കുന്നമംഗലത്ത് നിന്നും മുസ്ലിം ലീഗിന്റെ മിന്നും താരങ്ങളായ ഫാത്തിമ തഹ്ലിയയും ജയന്തി രാജനും ചരിത്രം കുറിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറ്റ്യാടിയിലും കോഴിക്കോട് സൗത്തിലും UDF-ന് വേണ്ടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയം കാണുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ. ബേപ്പൂരിലാകട്ടെ ഒരു തികഞ്ഞ പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. ഏറെ നാളായി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിന്റെ ഫലവും ജില്ലയിലെ വോട്ടിംഗ് പാറ്റേൺ അനുസൃതമാണെങ്കിൽ ഇവിടെയും PV അൻവറിന് ഒരു അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് ഒരു 100 മേനി വിജയമാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ഇതിൽ തന്നെ ഏറ്റവും കൗതുകമാകുന്നത് മലപ്പുറം മണ്ഡലത്തിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി നേടുന്ന ഭൂരിപക്ഷമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച KK ശൈലജ നേടിയ 60,000-ൽ പരം റെക്കോർഡ് ഭൂരിപക്ഷം ലീഗ് പ്രവർത്തകരുടെ കുഞ്ഞാപ്പ ഇത്തവണ മറികടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഫലം തവനൂരിൽ നിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ VS ജോയ് വിജയം കണ്ടാൽ മതേതരത്വത്തിന്റെ ഒരു ഉജ്ജ്വല അടയാളമായിരിക്കുമത്. ഇതൊരു യഥാർത്ഥ കേരള സ്റ്റോറിയായി ചരിത്രം വരും കാലങ്ങളിൽ വിലയിരുത്തുവാനും സാധ്യതയുണ്ട്. പാലക്കാടിലേക്ക് കടക്കുമ്പോൾ UDF വൻ പ്രതീക്ഷയാണ് പോളിംഗിന് ശേഷം വച്ചു പുലർത്തുന്നത്. നിലവിലുള്ള മണ്ണാർക്കാടും പാലക്കാടിനും പുറമെ
ചിറ്റൂർ, തൃത്താല, പട്ടാമ്പി, കോങ്ങാട്, നെന്മാറ എന്നീ മണ്ഡലങ്ങളിൽ ഇവിടങ്ങളിലുള്ള UDF സാരഥികൾ വിജയത്തിനരികെ എന്നാണ് ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിലെ 60 മണ്ഡലങ്ങളിൽ UDF 40-41 സീറ്റുകളോടുകൂടി ഒരു വമ്പൻ വിജയം തന്നെ കാണുമെന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ കാണിക്കുന്നത്. മധ്യ കേരളത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചൂടേറിയ ട്രെൻഡ് തൃശൂരിലും പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. തൃശൂർ, മണലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ ഒരു അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്നും കഴിഞ്ഞ തവണ വിജയിച്ച ചാലക്കുടി ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി നിലനിർത്താൻ സാധിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കോൺഗ്രസിനും UDFിനും എന്നും മുൻതൂക്കമുണ്ടായിട്ടുള്ള എറണാകുളം ജില്ലയിൽ UDFിന്റെ കണക്കുകൂട്ടലും ഒരു ക്ലീൻ സ്വീപ്പ് ആണ്. ഇവയിൽ നിലവിലെ വ്യവസായ മന്ത്രിയായ P. രാജീവിന്റെ കളമശ്ശേരി മണ്ഡലം ഉൾപ്പെടുമെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളായ ഇടുക്കി, ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല, തൊടുപുഴ എന്നീ മണ്ഡലങ്ങളിൽ എല്ലാം വിജയം കാണുമെന്നുള്ളതാണ് UDFിന്റെ പ്രതീക്ഷ. ഇത് അസംഭവ്യമല്ലതാനും. ക്രിസ്ത്യൻ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയം ജില്ലയിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരിക്കില്ല. ഇവിടെയും UDF 100 മേനി വിജയം കാണുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ഇതിന് UDF കടപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനോടകം കൊണ്ടുവരാൻ ശ്രമിച്ച FCRA നിയമ ഭേദഗതി ബില്ലാണ്. ആലപ്പുഴയിലും UDF പ്രതീക്ഷ ഏറെയാണ്. ഹരിപ്പാടിന് പുറമെ അമ്പലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് എന്നീ മണ്ഡലങ്ങളിൽ വിജയം കാണാൻ സാധിക്കുമെന്നാണ് അവിടെയുള്ള പ്രാദേശിക നേതാക്കളുടെ കണക്കുകൂട്ടൽ. ഇടുക്കിയെപ്പോലെ പത്തനംതിട്ടയിലും 5-5 നേടാമെന്നാണ് UDFിന്റെ വിശ്വാസം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടെയുള്ള പ്രചാരണത്തിലുടനീളം നമ്മൾ കണ്ടതാണ്. കൊല്ലത്തെ കരുനാഗപ്പള്ളി, കുണ്ടറ എന്നിവയ്ക്ക് പുറമെ കൊല്ലം, ചവറ, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങളിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിലാകട്ടെ വാശിയേറെ ത്രികോണ മത്സരത്തിന്റെ ചിത്രങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. കോവളം, അരുവിക്കര, ചിറയൻകീഴ്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ മുന്നിലെത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്തിനേറെ നേമത്തിൽ 80% ഉയർന്ന പോളിംഗ് പോലും അവിടുത്തെ ഫലം തുലാസിലാക്കിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ കണക്കുകൂട്ടൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 5% വോട്ടുകളാണ് UDF LDFിനേക്കാൾ ലീഡ് ചെയ്തത്. ഇപ്പോൾ വന്ന ആദ്യ സൂചനകൾ പ്രകാരം ഇതിൽ കൂടുതൽ ഉണ്ടാകും ഇത്തവണ എന്നാണ് കരുതുന്നത്. UDFിന് 40-46%, LDFിന് 36-38%, NDAക്ക് 16% വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഈ അവസരത്തിലുള്ള കണക്കുകൂട്ടലുകൾ. ഏറെ നാളായി പ്രതിപക്ഷ നേതാവായ VD സതീശൻ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF 100 അതിലേറെയോ സീറ്റുകൾ നേടി വിജയം നേടുമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ കണക്കുകൾ ശരിവെക്കുന്ന പോളിംഗ് ആണ് വ്യാഴാഴ്ച സംസ്ഥാനത്തുടനീളം നാം കണ്ടതും. 10 കൊല്ലങ്ങളായി സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടിംഗിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ UDFിന് അനുകൂലമായ ഒരു സുനാമി തന്നെയായിരിക്കും മെയ് 4-ന് നമ്മുടെ മുന്നിൽ രൂപപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.